നമസ്കാരം. നമുക്കറിയാം ഗർഭകാലം ഭക്ഷണത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഗർഭിണികൾ നിർബന്ധമായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചുമന്ന ചീരയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, സി, ഇ ഒക്കെ ഗർഭിണികളിലെ കൊളസ്ട്രോൾ തടയുന്നു. ഇതിലെ ഫോളിക് ആസിഡ് ഗർഭിണികളിലെ വിളർച്ചയും ക്ഷീണത്തിനും പരിഹാരമാവും. കൂടാതെ കുഞ്ഞിൻ്റെ ജനിതകപരമായ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. കൂടാതെ ഗർഭിണികളിൽ ഉണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദം, മാസം തികയാതെയുള്ള പ്രസവം ഒക്കെ തടയുന്നു. ഇതിലെ മഗ്നീഷ്യം ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നു. അടുത്തതായിട്ട് പറ്റുമെങ്കിൽ ഈ ചീരയൊക്കെ വീട്ടിൽ തന്നെ വളർത്തി എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. പ്രോട്ടീനും കാൽഷ്യം ഒക്കെ കൂടുതലായിട്ട് വേണ്ടതാണ് ഈ സമയത്ത്. അവ ഇതിലൂടെ ശരീരത്തിന് ലഭിക്കും. അടുത്ത മുട്ടയാണ്. ധാതുലവണങ്ങളും അമിനോ ആസിഡും അടങ്ങിയിട്ടുള്ള മുട്ട കഴിക്കുന്നതിലൂടെ ഉയർന്ന അളവിലുള്ള കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ ലഭിക്കുന്നു. കൂടാതെ മുട്ടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോളിൻ ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ്. അടുത്തതായിട്ട് സാൽമൺ പോലെയുള്ള മീനുകളാണ്. ഗർഭിണികളായ സ്ത്രീകൾ മത്സ്യം കഴിക്കുന്നത് കുഞ്ഞിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുമെന്നും തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളെയും സന്ധികളെയും കൂടുതൽ ബലപ്പെടുത്തുന്നു. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഒക്കെ ഗർഭസ്ഥ ശിശുവിനും ഗർഭിണിക്കും ഒക്കെ കൂടുതൽ ആരോഗ്യ ഗുണങ്ങളൊക്കെ നൽകുന്നു. അടുത്തതായിട്ട് മധുരക്കിഴങ്ങാണ്. ഇതിലെ ബീറ്റാ കരോട്ടീൻ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ എ, ഗർഭിണികൾക്ക് ആവശ്യമായ ഫൈബറുകൾ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, പൊട്ടാസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തതായിട്ട് അവോക്കാഡോ ആണ്. ഇതിൽ ധാരാളം നാരുകളും പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോളേറ്റ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഈ കോച്ചിപ്പിടുത്തം, അതായത് മസിൽ ക്രാംസ്, ഛർദി തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകാൻ ഈ പഴത്തിന് സാധിക്കും. അതുകൊണ്ട് ഗർഭിണികൾ ഇവയൊക്കെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക.